ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പം മച്ചന്മാരെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ള വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ വരുന്ന വ്യാഴാഴ്ച നമ്മുടെ ഗെയിമിൽ പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു മൈനർ അപ്ഡേറ്റ്സ് ഉണ്ടാകും, ഉറപ്പാണ്. സോ അതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ നൊസ്റ്റാൾജിയ ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഫ്രീ ആയിട്ടുള്ള എപ്പിക്സും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. ബിഗ് ടൈം ആയിട്ടുള്ള കാർഡ്സ് തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് 20 ചാൻസാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് നമ്മൾ 20 എണ്ണം നമ്മൾ നേടിയെടുക്കണം. അപ്പോൾ നമുക്ക് ലോഗിൻ ഭാഗമായിട്ട് നമുക്ക് കുറച്ച് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ഒബ്ജക്റ്റീവ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും എങ്ങനെയാണ് എടുക്കേണ്ടതെന്നുള്ളതൊക്കെ. അപ്പോൾ നമ്മുടെ ഈ നൊസ്റ്റാൾജിയ ക്യാമ്പിന് ഒബ്ജക്റ്റീവിൽ വരിക, എന്നിട്ട് ഈ നൊസ്റ്റാൾജിയ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം എങ്ങനെയാണ് കിട്ടുക എന്നുള്ളത്. അങ്ങനെ നമുക്കൊരു 20 ചാൻസസോളം കിട്ടും. ഇത് ഒരു ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിനാണ്. അപ്പോൾ അന്ന് മാത്രമേ ആ ക്യാമ്പയിൻ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ വ്യാഴാഴ്ചക്ക് മുമ്പായിട്ട് അതെല്ലാം കളിച്ച് തീർത്ത് ആ 20 ചാൻസ് നമ്മൾ നേടിയെടുക്കാൻ ശ്രമിക്കുക. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് നോമിനേറ്റിംഗ് കോൺട്രാക്റ്റിൻ്റെ കാലാവധി കഴിയാനായിട്ടുണ്ട്. അതായത് അടുത്ത ഈ വ്യാഴാഴ്ചയോടുകൂടി അത് കഴിയും. സോ അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഒരു പ്ലെയറെ വേണമെങ്കിൽ നിങ്ങൾ സൈൻ ചെയ്യാം. ഇപ്പോൾ ബെറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിൽ ഗ്രീസ്മാൻ ആണ്. ഞാൻ പേഴ്സണലി സൈൻ ചെയ്തിട്ടുള്ള ഒരു പ്ലെയറാണ് ഗ്രീസ്മാൻ. അത്യാവശ്യം നല്ല തിരക്കേടില്ലാത്തൊരു കാർഡ് തന്നെയാണ്. നിങ്ങളുടെ അടുത്ത് വേറെ ഗ്രീസ്മാൻ്റെ കാർഡൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഒരു കാർഡ് സൈൻ ചെയ്യാം. ഹോൾ പ്ലെയറാണ് പ്ലേയിങ് സ്റ്റൈലിൽ വരുന്നത്. പിന്നെ അത്യാവശ്യം തിരക്കേടില്ലാത്ത അട്രിബ്യൂട്ട്സൊക്കെ ഉണ്ട്. പിന്നെ സ്കില്ല് നോക്കുകയാണെങ്കിൽ നമുക്ക് ഡബിൾ ടച്ച് ഉണ്ട്, പിന്നെ റൈസിങ് ഷോട്ട്, അക്രോബാറ്റിക് ഫിനിഷിങ്, ഫസ്റ്റ് ടൈം ഷോട്ട്, ത്രൂ പാസിങ്, പിൻ പോയിൻറ്റ് ക്രോസിങ്, അങ്ങനെ തിരക്കേടില്ലാത്ത എല്ലാ സ്റ്റാറ്റസുകളും ഉണ്ട്. ഓക്കെ, പിന്നെ അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മാനേജർ പാക്കിൽ നിന്ന് ഒരു മാനേജർ നമുക്ക് പോകുന്നുണ്ട് ഈ ഒരു വീക്ക്. സോ ഇത് ഈ ജൊഹാൻ ക്രൈഫിൻ്റെ ഈ ഒരു കാർഡാണ് പോകുന്നത്. ഓക്കെ, സോ ഹീസ് എ പൊസിഷൻ ഗെയിം മാനേജറാണ്. അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു മാനേജറാണ്. അറ്റാക്കിങ് ഓക്കെ, പക്ഷേ ഡിഫൻസിൽ എന്തൊക്കെയോ പോരായ്മ ഉണ്ട് എന്നാണ് ഇത് യൂസ് ചെയ്തിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത്. ഞാൻ സൈൻ ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്കങ്ങനെ കറക്റ്റ് അറിയില്ല. പക്ഷേ ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൊസിഷൻ ഗെയിമൊക്കെ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഔട്ട് വേർഡും കളിക്കാം. ഈ പൊസിഷൻ ഗെയിം ഔട്ട് വേർഡൊക്കെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മാനേജറെ സൈൻ ചെയ്യുന്നതാണ്. ഈ മാനേജറും ഈ വ്യാഴാഴ്ചയോടുകൂടി പോകും. പിന്നെ ഓരോ മാനേജർ പോകുന്ന സമയത്ത് നമ്മൾ കൊനാമി പുതിയ മാനേജർ ആഡ് ചെയ്യാറുണ്ട്. സോ നിങ്ങൾക്ക് വേറൊരു പുതിയൊരു മാനേജർ ഇനി സൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മാനേജർ വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത വരുന്ന മാനേജറെയും സൈൻ ചെയ്യാം. അതും ഒരു ഓപ്ഷനാണ്. പിന്നെ നെക്സ്റ്റ് ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു പാക്ക് തീരുന്നതാണ്. അതായത് ക്ലബ്ബ് ഇൻ്റർനാഷണൽ കപ്പ്, അതായത് ഇപ്പോൾ ഫിഫ വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ക്ലബ്ബ് വേൾഡ് കപ്പ്. അപ്പോൾ അതിലെ പ്ലെയേഴ്സിനെയാണ് നമുക്ക് ഈ ഒരു പാക്കിൽ കിട്ടാറുള്ളത്. സോ ഇതിലും നിങ്ങൾക്ക് സൈൻ ചെയ്യാൻ ഇഷ്ടമുള്ള പ്ലെയേഴ്സ്, ഇപ്പോൾ ഈ വിനീഷ്യസിൻ്റെ ഗോൾ പോച്ചർ കാർഡുണ്ട്, അതുപോലെ തന്നെ ജാവോ നവാസ്, പിന്നെ റീസ് ജെയിംസ്. ഈ കാർഡൊക്കെ അടിപൊളിയാണെന്നാണ് എൻ്റെ യൂസ് ചെയ്തിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത്. നല്ല അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള ഒരു പെർഫോമൻസ് തരുന്നൊരു കാർഡാണ് റീസ് ജെയിംസിൻ്റെ ഈ ഒരു കാർഡ്. അപ്പോൾ അത് നിങ്ങൾക്ക് സൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉടൻ സൈൻ ചെയ്യാവുന്നതാണ്. പിന്നെ ഈ പാക്ക് പോയി കഴിഞ്ഞാലും ഇപ്പോൾ ക്ലബ്ബ് വേൾഡ് കപ്പ് നടക്കുന്നുണ്ട് തന്നെ നമുക്ക് പുതിയ പ്ലെയേഴ്സിൻ്റെ ഒരു പാക്ക് എന്തായാലും വരും, ഷുവറാണ്. അപ്പോൾ അതിൽ നമ്മളെ ഡംബലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ നൈറ്റൊക്കെ കളിച്ച ഒരു മത്സരത്തിൽ നല്ല അടിപൊളി പെർഫോമൻസ് ആണ്. ചിലപ്പോൾ സൂപ്പർ സബ് സ്കില്ലുള്ള ഡംബലൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ ആരെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇതിലും സൈൻ ചെയ്യാം. ഓക്കെ, സോ അത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്തുക. നമ്മുടെ പുതിയ ചാനലാണ്, അപ്പോൾ നിങ്ങൾ ചാനലിൻ്റെ വളർച്ചയ്ക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. സോ താങ്ക് യു, ബൈ ബൈ.